കൂട്ടത്തിൽ എല്ലാരും ഒരേ ഡ്രസ് ആയതുകൊണ്ട് കൈ മാറി പിടിച്ചാക്കല്ലാട്ടാ. രാത്രി 10 മണിയായി. ഉറങ്ങേണ്ട സമയത്താണ് ഇപ്പൊ തെയ്യത്തിന് പോവാൻ ഗീയുന്നുണ്ട് എല്ലാരും. ഞാനിപ്പൊ 2 ഇതിലാ ഉള്ളത്. പോണോ അല്ല രാവിലെ പോയാ മതിയോ? ഋഷൂട്ട് എന്നും ഉറങ്ങിയിട്ടില്ല. ഓനെ ഉറക്കിട്ട് വേണം പോണെങ്കിൽ. ഓനാണെങ്കി ഇന്ന് ഉറങ്ങുന്നേ ഇല്ല. ഇന്ന് തെയ്യാന്ന് അറിഞ്ഞിട്ടമ്മ ഉറങ്ങുന്നേ ഇല്ല. ഒരേ കളിയാന്ന്. അപ്പുറം പോയി കളിക്കുന്നുണ്ട്. പോയേ ആവണം പറഞ്ഞിട്ട് ഋത്തിക്കിടിയിരിക്കുന്നുണ്ട്. ഉണ്ട് അമ്മയുടെ കിടന്നു. എനിക്ക് കാല് കടിച്ചിട്ട് കുറച്ചേരം ഇവിടെ കിടന്നു. കാലം നിർത്തി വെച്ചിട്ട് ഉച്ചക്ക് കുറച്ച് കിടക്കലുണ്ട്. ഇന്ന് കിടന്നിട്ടില്ല. ആളല്ലേ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് മുടിയെല്ലാം കെട്ടുവാ. കല്യാണം വിചാരം. ചെറിയൊരു പണിയുണ്ട് എനിക്ക്. സഞ്ചടിക്കല് എല്ലാരും ഇവിടെ ഉള്ള സമയത്ത് എനിക്ക് അടിക്കാല. അതുകൊണ്ട് അടിക്കും ഞാൻ. അപ്പൊ അങ്ങനെയാ ഉള്ളത് വീട്. ഈ ഭാഗത്ത് ഋഷിക്കിനെ പക്ഷെ നമുക്ക് താലഭാഗത്ത് കാണിക്കാൻ കഴിയില്ല. താലഭാഗത്ത് ഇല്ല ഒന്നും. അതുകൊണ്ട് പനൂട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അനുട്ടി അപ്പൊ നമ്മള് നേരത്തെ പോയിട്ട് കുപ്പായം മാറ്റി ഇത് ഇടാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ ഇതും ഇപ്പൊ മാറ്റും. മറ്റേത് രാവിലെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മള് പോയിട്ട് വരാം. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് പെറ്റ് കിടക്കുന്ന ഞാൻ കിടക്കയില് കിടത്തിട്ട് ഞാൻ കൂടെ കിടക്കുന്നുണ്ട്. അപ്പൊ എത്ര മാസമായി? 1 മാസം ആയിനത്രേ പെറ്റിട്ട്. അതെ. അപ്പൊ ഇപ്രാവശ്യം അതാ 1 വയസ്സ് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഉറങ്ങാണ്ട് കളിക്കുവായി. ഇന്ന് പോട്ടാന്ന ഉദ്ദേശം. എന്തല്ല ബ്രോ എന്തല്ല വിസ്മയ നമ്മളെ കണ്ണൂര് അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയന്റെ മാർക്കറ്റിംഗ് മാനേജറാണ്. അമൃതയുടെ റെഡി ആയിട്ടുണ്ട്. അമൃത കൊച്ചിന്ന് വന്നേ കേട്ടാ. അപ്പൊ തേങ്ങാണേന്റെ ആഗ്രഹം വ്യത്യസ്തമായിട്ടുള്ള ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഒന്നിക്കുന്നു. അതെ അതോ നമുക്ക് കുറേശ്ശെ ഫുഡെല്ലാം പെരക്കിയിട്ട് നമുക്ക് കാവിലേക്ക് പോവാം. അതല്ല എന്റെ ഒരു അടിപൊളി. അമൃതേ എന്തെല്ലാം ഉണ്ട് വിശേഷം? അപ്പൊ എങ്ങനെയുണ്ട് കാവിലെ തെയ്യ പരിപാടിയെല്ലാം? അപ്പൊ അങ്ങനെ കാവിലേക്ക് ഇതാ പുറപ്പെട്ടിട്ടുണ്ട്. ചെക്കനാടെ നല്ല ഉറക്കിട്ടുണ്ട്. ചേച്ചിനെ അമ്മേനെല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമൃത 3 ഡോർ നോക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് എണീക്ക് വെക്ക് വേഗം വരാം. എന്നെ കൊണ്ടാക്കി നിങ്ങൾ വേണമെങ്കിൽ ആദ്യം പോയിക്കോ. നല്ല നടക്കാനുണ്ട്. കാരണം വെച്ചാല് എവിടെയെങ്കിലും വെച്ചിട്ട് പോകേണ്ടി വരും. കാരണം വെച്ചാൽ അങ്ങനത്തോളം ബ്ലോക്കാണ്. ഇതാണ് കേട്ടാ എല്ലാരും കൂടി ഡ്രസ് കോഡ്. നമ്മളെ പാവന്നൂര് ദേശം എന്ന് പറഞ്ഞിട്ട് മൊത്തം എല്ലാവരും ഡ്രസ് കോഡ് ഇതാണ്. പോയോണ്ട് നമുക്ക് ആ ഡ്രസ് ഇല്ല. പാവന്നൂർ ദേശത്ത് പോയവരിലിങ്ങനെ ഒരു പാവന്നൂർ ദേശക്കാരൻ കൂടി അറിയണ്ടേ. നമ്മള് പാവന്നൂർ ദേശത്തിന് വന്നുകൊണ്ട് ഈ ഡ്രസ്സാണ്. പാവന്നൂര് അങ്ങനെയല്ല. അവര് പാവന്നൂർ ഇടയിലവർക്കാണ് അവർ അടിച്ചത്. പോയിട്ട് പോയി വരുമ്പോൾ ബലൂൺ കൊടുത്തരാം. ബലൂണ്, പൊരി, അലുവ, മിക്സ്. നല്ല രസമായിരുന്നു കേട്ടാ. നല്ല രസമായിരുന്നു. ഡ്രസ് നല്ല രസമായിരുന്നു. ആളാക്കൂട്ടത്തിൽ എല്ലാരും ഒരേ ഡ്രസ് ആയതുകൊണ്ട് കൈ മാറി പിടിച്ചാക്കല്ലാട്ടാ. ഓ എന്ത് ശരി അമൃതേ. അമൃതിന്റെ കല്യാണം കഴിഞ്ഞില്ല. നിന്റെ കല്യാണം കഴിഞ്ഞില്ല. എനിക്ക് അങ്ങനെ കിട്ടും. കുറച്ചിക്കട്ടെ കൈയ്യട്ടോ നേരം തിരിയുന്നു എനിക്ക്. അപ്പൊ കവിയെന്നാലും നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ കിട്ടുമെങ്കിൽ ഞാൻ കൈമാറി പിടിച്ച് പോവാം. എന്നാ പിന്നെ പോയിട്ട് വരാം. കുട്ടി എഴുതിയുണ്ടെന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അത് ഞാനും എന്റെ അമ്മയും നോക്കുള്ളൂ കേട്ടാ. പൊളി. അപ്പൊ കവി ഇപ്പൊ ഒന്നും വരണ്ട. പോവാന്നാല് ഇങ്ങനെല്ലാം ചവിട്ടി കുത്തി നമ്മള് ഷോർട്ട് കട്ട് പിടിച്ച് പോയിന്ന്. എന്തായാലും കുറച്ച് നടക്കണം. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് അടുത്താ ഉള്ളത്. നമുക്ക് അടുത്ത് നമ്മൾ ഷോട്ട് പിടിച്ചു തന്നെ. ഇപ്പൊ ഒരു ഷോട്ടും ഇല്ല. ഇപ്പൊ കരിയും കാട്ടിലാ വന്നിരിക്കുന്നത്. സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ മാമി മുന്നില് അവനടുക്ക് എത്താനായി. അമൃതേ വേമ്പാ വേമ്പാ. നമ്മള് തെയ്യം കാണാൻ വേണ്ടിട്ട് പൂതിയായിട്ട് ഓടുവന്ന അമൃതേ. കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്താർക്കാന്റെ കാലം ഇതുണ്ട്. നമ്മളെ ഹലുവ അത് സ്ഥിരമായിട്ടുള്ള ഹലുവ നമ്മളെ. ഹായ്
കുനാഫ ഇല്ലേ? കുനാഫ അലുവ. നമ്മള് മുറിക്കലൊക്കെ നമ്മളില്ലേ പോയി തരട്ടെ സാമ്പിൾ കേട്ടാ. കുനാഫന്റെ അലുവ ഇപ്രാവശ്യം നമ്മളെ ഇവിടെ കുനാഫ അലുവ ഉണ്ട്. ഇപ്പിക്ക് എന്താണ് മേടിച്ചെത്തി. അപ്പൊ നമ്മള് മേലേക്കാണ് പോകുന്നത്. മുകളിൽ അത്ര നമുക്ക് നമ്മളങ്ങനെ കാവിലെത്തി. ഏറ്റവും താഴെ നമ്മൾ മേലെത്തിട്ടാ. അങ്ങോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഇവിടെ തെയ്യമില്ലേ? തന്നെ കവിത അറിയാൻ വന്നു. കവിത റെഡി അല്ലേ? ഓക്കെ. നാണം കെട്ടിന് അതുകൊണ്ട് ഞാൻ അറിയാം. പിടിച്ചോ. ഇത് അറിയുന്നതിന് പ്രത്യേക ഒരു സംഭവമൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചോ. അങ്ങോട്ടേക്കോ. ഒന്ന് എടാ ഇതെല്ലാം എങ്ങനെയാണ്? എന്തായി ക്ഷീണിച്ചാ? ഇല്ലപ്പാ, നമ്മൾ വണ്ടിയിലൊക്കെ
അങ്ങനെ നമ്മൾ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കളർഫുള്ളായിട്ടുള്ള പരിപാടിയാണ്. ഉത്സവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെ കൂടാൻ അമൃതിനെ ആടെ കുറച്ച് അനുട്ടി ഇവരും എല്ലാവരും ഉണ്ട്. ഏച്ചിയെല്ലാം ഉള്ളതുകൊണ്ട് ആടെ ആക്കിയിട്ടുണ്ട്. അവനെ കുറച്ചും കൂടി കാണാൻ തെയ്യലുണ്ടല്ലോ, അപ്പോൾ അവിടെ ഉണ്ട്. ഇനി എനിക്കൊന്ന് വയ്യ പോണത്രേ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാണാം. രാവിലത്തെ പരിപാടിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കാവിന്ന് ഇറങ്ങി നമ്മൾ പറശ്ശിനിക്കടവ് പോയിന്. ഇതാ അമ്പലം. അപ്പൊ നമ്മളിതാ പാലം കടന്ന് പോയിന്. അമൃത് വന്നിട്ട് ഓനിന്ന് പറശ്ശിനിക്കടവിനും കൂടി അതെ പോവാന്നൊരു അങ്ങനെ ഇറങ്ങി. ഓക്കെ പോട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അമൃതിനെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഭാവി ഉറങ്ങിപ്പോട്ടെ, യാത്രയൊക്കെ വന്നാൽ ഉറങ്ങിപ്പോയി. അപ്പൊ അമൃത, അപ്പൊ സന്തോഷം എല്ലാവർക്കും. ഒരുപാട് ഒരുപാട് നന്ദി. എങ്ങനെയുണ്ട് നമ്മുടെ നാട്? കണ്ണൂര് ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും കണ്ണൂര് മനോഹരായത് ആദ്യമായിട്ടാണ്. എല്ലാരോടും അറിയുന്ന ആളോടും അമ്മയോടും മറ്റുള്ളവരോടും ബന്ധുക്കളോടും ഞാൻ എന്തായാലും ഇനി വരും. പറഞ്ഞ ഞാൻ ഇനി അമ്മയായിട്ട് ഒരു ദിവസം വരാം. ആയിക്കോട്ടെ. അടുത്ത ഉത്സവത്തിന് അമ്മേനും കൂട്ടിട്ട് വന്നു. ഏട്ടനെയും കൂട്ടി അമ്മേനെയും കൂട്ടി വന്നു. ശരി. ബൈ. നമ്മളെ കൂടെ കുറച്ച് സമയം ഇന്നലെ വന്നു, ഇന്ന് പോകുമ്പോ അതെ ഒരു വിഷമം. അതെ, അത് ആരാകുമ്പോ നമുക്കില്ല വന്ന് നമ്മളെ കൂടെ ട്രെയിനിൽ വെച്ച് കണ്ട് പിരിയുമ്പോഴും ഭയങ്കര ഇത് കൂടെ നിന്ന് ഇന്നലെ ഫുള്ളായിട്ട് നമ്മളെ കൂടെ നിന്ന് അങ്ങനെ അവന് പോകുന്നു. അപ്പൊ ഒരു സങ്കടം ഭയങ്കര. കുറച്ച് കൊച്ചി കാണാം. അങ്ങനെ യാത്ര പറയുമ്പോൾ അതെ. അപ്പോൾ നമ്മൾ യാത്രയാക്കി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. നമ്മളിവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് പറശ്ശിനിക്കടവ് പോയി. അവന് തെയ്യെല്ലാം കാണിച്ചു കൊടുത്ത് ഓരോ തുള്ളി നമ്മള് ഡാൻസാണ് ആഗ്രഹം. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്ക് നമ്മളെ നാട്ടിലെ തെയ്യം. ഇന്നലെ പറഞ്ഞു ഇതുപോലത്തെ ഒരു വലിയ ആഘോഷമുള്ള തെയ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പറഞ്ഞു. അതെ, അവന് ഭയങ്കര സന്തോഷമായി ഈ പരിപാടിക്ക് വന്നിട്ട്. കാരണം നമ്മളെ അങ്ങനെയല്ലേ കാണുന്നുള്ളൂ, ഈ പരിപാടി അങ്ങനെ എല്ലായിടത്തൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മളെ വീടും വീട്ടിലെ ഒരു എല്ലാം അവന് ഭയങ്കര, അവൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. നമുക്കും ഭയങ്കര സന്തോഷം. അപ്പൊ അങ്ങനെയാണ് ബന്ധങ്ങൾ, അങ്ങനെയാണ്. അപ്പൊ ഈ കൊച്ചി പോയിട്ട് നമുക്ക് കാണാം. അതെ, അപ്പൊ നമുക്ക് പോവാം.